السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. രോഗിയെ സന്ദർശിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്തായിട്ടാണ് വിശുദ്ധ ഇസ്ലാം നമ്മോട് പഠിപ്പിച്ചിട്ടുള്ളത്. മരണാസന്ന രോഗത്തിൽ കിടക്കുന്ന രോഗിയുടെ അടുക്കൽ ചെല്ലുമ്പോൾ അദ്ദേഹം ഒരുപക്ഷെ മരണപ്പെടുന്ന സമയമായിരിക്കാം, അതല്ലെങ്കിൽ മരണപ്പെട്ടതിന് ശേഷമാണ് നാം അവിടെ എത്തുന്നതെങ്കിലൊക്കെ മരണപ്പെട്ട ഉടനെ ആ രോഗിക്ക് മയ്യത്തിന് നാം ചെയ്തു കൊടുക്കേണ്ടുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മരണപ്പെട്ട ഉടനെ അദ്ദേഹത്തിൻ്റെ ആ മയ്യത്തിൻ്റെ കണ്ണ് അടച്ചു കൊടുക്കുക, ചിമ്മിക്കൊടുക്കുക എന്നുള്ളത്. കാരണം ഏതൊരു വ്യക്തിയും മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ റൂഹ്, അദ്ദേഹത്തിൻ്റെ ആത്മാവ് ശരീരത്തിൽ നിന്നും വിട പറയുമ്പോൾ അത് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? റഹ്മത്തിൻ്റെ മലായികത്തുകൾ നല്ല മനുഷ്യനാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ, അദ്ദേഹത്തിൻ്റെ റൂഹിനെ സന്തോഷത്തോടെ ഏറ്റുവാങ്ങി അവർ ഇല്ലിയീനിലേക്ക്, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അതല്ല, ദുഷിച്ച ജീവിതം നയിച്ച വ്യക്തിയാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും അത് ശക്തമായി വേർപിടിച്ച് അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ അദാബിൻ്റെ മലായികത്തുകൾ ഏറ്റുവാങ്ങി അതിനെ സിജ്ജീനിലേക്ക്, നരകത്തിലേക്കായിരിക്കും കൊണ്ടുപോവുക. അപ്പോൾ എൻ്റെ ആത്മാവ്, എൻ്റെ റൂഹിനെ ആരാണ് സ്വീകരിക്കുന്നത്, എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന നോട്ടം ആ മയ്യത്തിനുണ്ടാകുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ നോട്ടം, ആ തുറിച്ച നോട്ടം, നല്ല മനുഷ്യനാണെങ്കിൽ റഹ്മത്തിൻ്റെ മലായികത്തിൻ്റെ ആ സാന്നിധ്യം അദ്ദേഹത്തിന് അനുഭവിക്കാൻ കഴിയുകയും സന്തോഷത്തോടെ അവർ അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ ഏറ്റുവാങ്ങി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിലേക്കാണ് അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുന്നത്. മറിച്ചാണെങ്കിൽ അദാബിൻ്റെ മലായികത്തുകൾ അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ പിടിച്ചു പറിച്ച് നരകത്തിലേക്ക്, സിജ്ജീനിലേക്ക് കൊണ്ടുപോകുന്ന രംഗം വിഷമത്തോടെ, പ്രയാസത്തോടു കൂടെയായിരിക്കും ആ മനുഷ്യൻ നോക്കിക്കാണുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ കണ്ണിങ്ങനെ തുറന്നു നിൽക്കുന്നൊരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പ്രവർത്തനത്തിലൂടെ കാണിച്ചു എന്നതുപോലെ ആ മയ്യത്തിൻ്റെ കണ്ണ് നന്നായി ചിമ്മിക്കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. അതുപോലെ തന്നെ ആ മയ്യത്തിൻ്റെ കൈകാലുകളുടെ കണുപ്പുകൾ അതെല്ലാം ഒന്ന് മയപ്പെടുത്തി കൊടുക്കുക. ആ ശരീരം, ബോഡിയിൽ നിന്നും ആത്മാവ് പിരിഞ്ഞു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ, അല്പസമയം കഴിയുമ്പോൾ തണുത്തുപോയി കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം, അഥവാ കൈക്കാലുകൾ മയപ്പെടുത്തി കൊടുക്കുക, കണുപ്പുകൾ മയപ്പെടുത്തി കൊടുക്കുക എന്നുള്ള അവസ്ഥ കഴിയാത്തൊരു ആ സാഹചര്യം വരും. അത് ചൂടാറുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ടെന്ന് ഉറപ്പായ ഉടനെ തന്നെ ഇക്കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. താട കെട്ടി കൊടുക്കണം, ഖിബലയുടെ ഭാഗത്തേക്ക് അഭിമുഖമായി കിടത്തണം. ഇങ്ങനെ ധാരാളം സുന്നത്തുകൾ നമുക്ക് അവിടെ നിന്ന് ചെയ്യാനുണ്ട്. നിങ്ങൾ നോക്കൂ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായി ബഹുമാനപ്പെട്ട ഇബ്നു മാജ റളിയല്ലാഹു തആല അൻഹു ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഹദീസിലൂടെ മുത്തുനബി തങ്ങൾ പറയുന്നുണ്ട്, ഇദാ ഹളർത്തും മൗതാക്കും ഫഅഗ്മിദുൽ ബസർ, നിങ്ങളുടെ കൂട്ടത്തിൽ മരണപ്പെട്ടവരുടെ അടുക്കിലേക്ക് ചെന്നാൽ അദ്ദേഹത്തിൻ്റെ കണ്ണ് ചിമ്മിക്കൊടുക്കണം. ഫഇന്നൽ ബസറ യത്ബഉ റൂഹ, കാരണം ആ മയ്യത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപിരിയുമ്പോൾ ആ ആത്മാവിലേക്കാണ് ഈ മയ്യത്തിൻ്റെ നോട്ടം ഉണ്ടാവുക, അതിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആത്മാവ് വേർപിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആ കണ്ണ് നിങ്ങൾ ചിമ്മിക്കൊടുക്കണമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും ആ മയ്യത്തിൻ്റെ അടുക്കൽ വെച്ചുകൊണ്ട് നല്ലത് മാത്രം പറയണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയും ചെയ്തതായി ഹദീസുകളിൽ കാണാം. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് റഹ്മത്തിൻ്റെ മലായികത്തുകൾ സന്തോഷത്തോടുകൂടി ഏറ്റുവാങ്ങി കൊണ്ടുപോകുന്നവരിൽ ഞങ്ങളെയും ബന്ധപ്പെട്ട സർവരെയും ഉൾപ്പെടുത്തി തരണേ അല്ലാഹ് ബിറഹ്മതിക യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.